ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधाकृष्णपादान् सगण ललिता विशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരിം തത്സത്. നമ്മളന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 9, 27-ാമത്തെ ശ്ലോകം മുതൽക്ക്. യത് കരോസി യത് ദസ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. യത് കരോസി യത് ദസ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഓക്കെ, സിമി മാതാജി. हरे कृष्णा। यत् करोसि यदस्नासि यज्जुहोसि ददासि यत् तपस्यासि कौन्तेय तत्कुरुष्व मदर्पणम्। सुजय प्रभु. हरे कृष्ण प्रभु। यत् करोषि यत् अस्नासि यज्जुहोषि ददासि यत् तपस्यासि कौन्तेय तत्कुरुष्व मद अर्पणम्. And translation കൂടി വായിക്കാം പ്രഭുജി. Prabhu, yes Prabhu. Whatever you do, whatever you eat, whatever you offer or give away, and whatever austerities you perform, do that, O son of Kunti, as an offering to me. Very bold. Whatever you do, whatever you eat, whatever you offer or give away, and whatever austerities you perform, do that, O son of Kunti, as an offering to me. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഇതിലെല്ലാം കവർ ചെയ്തു. വാട്ട് എവർ യു ഡു, അല്ലേ? യത് കരോസി യത് അസ്നാസി, എന്ത് കഴിക്കുന്നു. ഓക്കെ. ആൻഡ് യത് ജുഹോസി, അതായത് എന്ത് ഓഫർ ചെയ്യുന്നതോ. ദദാസി, ചാരിറ്റി. വാട്ട് എവർ ഗിവ് അവേ. ഓക്കെ. തപസ്യ, എന്താണ് തപസ്യ എന്ന് പറഞ്ഞാൽ? ഓസ്റ്ററിറ്റീസ്. ഇതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ 99% ആൾക്കാരും എന്താ ചെയ്യുക? നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഭഗവാനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഞാനാവണം. അതാണ് എല്ലാവരും ആഗ്രഹം, അല്ലേ? ഞാൻ ദാനം ചെയ്യുന്നു, എനിക്ക് പേരും പ്രശസ്തിയും വേണം. അല്ലെങ്കിൽ 10 രൂപ ദാനം ചെയ്താൽ എനിക്ക് ലക്ഷത്തിൻ്റെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് ഫോർ മീ. ഭഗവാൻ എന്താ പറയുന്ന? എല്ലാം ആസ് എൻ ഓഫറിങ് അൺ ടു മീ. സമർപ്പണം, ഭഗവാന് സമർപ്പണം ചെയ്യാൻ. അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ്. എന്തും ഭഗവാന്റെ പ്രീതിക്ക് ചെയ്താൽ പിന്നെ ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് വേണ്ടത്. അത് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് തരും. അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇംപെഡിമെന്റ്സ്, ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടായിരിക്കും. ഭഗവാന് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാൻ അറിയാം നമുക്ക് ഏത് സമയത്ത് എന്താണ് വേണ്ടത്, നമ്മളുടെ കപ്പാസിറ്റി എന്താണ്, നമുക്ക് എത്ര ഭാരം ചുമക്കാൻ പറ്റും.
അതനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തരും. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു 10ാം ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടില്ല. ടീച്ചേഴ്സിന് അറിയാം അവന്റെ പ്രായവും അവന്റെ ബുദ്ധിയും അവന്റെ കഴിവും, അല്ലേ? അതേപോലെ ഓരോരുത്തരെയും ഭഗവാൻ അറിയാം. ഭഗവാൻ നന്നായിട്ട് അറിയാം എന്റെ കപ്പാസിറ്റി എന്താണ്, സുജയ് പ്രഭുവിന്റെ കപ്പാസിറ്റി എന്താണ്, സിമി മാധവിന്റെ കപ്പാസിറ്റി. അതനുസരിച്ചിട്ട് നമുക്ക് തരുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ സെറ്റ് ചെയ്യുള്ളൂ. എല്ലാവർക്കും ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ലേ? ഓരോരുത്തരും യുണീക്കാണ്. എല്ലാവരുടെയും കഴിവ് യുണീക്കാണ്. ഓരോരുത്തരെയും കപ്പാസിറ്റി അവനവൻ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അതായത് ഒരാളെ ഇപ്പൊ സുജയ് പ്രഭുവിന് 50 കിലോ എടുക്കാൻ പറ്റും. ഞാനത് ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ കൊളാപ്സ് ആവും, അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ കഴിവനുസരിച്ച് അത് ചെയ്യുക. അപ്പൊ അവരുടെ കഴിവനുസരിച്ച് ഭഗവാന് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതോ സമർപ്പണ ഭാവത്തോട് ചെയ്യും. ഈ വിരലുകൾ തമ്മില് ഒരു വാഗ്വാദം ഉണ്ടായിത്രേ ഒരിക്കല്. ആരാണ് വലുത്, ആരാണ് ശ്രേഷ്ഠൻ എന്ന് അന്യോന്യം ഒരു വാക്തർക്കമുണ്ടായി. അപ്പൊ തള്ളവിരൽ പറഞ്ഞു എന്റെ പേരിന് തള്ളാന്നാണ്, അതായത് സീനിയോറിറ്റി ഞാനാ വലുത്. പിന്നെ തടി, എല്ലാവരെക്കാട്ടും തടി എനിക്കാണ്, അതുകൊണ്ട് ഞാനാണ് വലുത്, ശ്രേഷ്ഠൻ. അപ്പൊ നിങ്ങളെല്ലാം എന്നെ മാനിക്കണം. അപ്പൊ ചൂണ്ടാണി വിരൽ പറഞ്ഞു ഓരോരുത്തരെയും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ ഈ വിരലാണ്, അപ്പൊ ഞാനാണ് ശ്രേഷ്ഠൻ. എന്ത് വരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിരലാണ്, തള്ളവിരൽ വേറെ വിരലല്ല, അല്ലേ? ചൂണ്ടിക്കാണിക്കാൻ. അപ്പൊ ചൂണ്ടാണി വിരൽ പറഞ്ഞു ഞാനാണ് ശ്രേഷ്ഠൻ. അപ്പൊ നടുവിരൽ പറഞ്ഞു ഞാനാണ് എല്ലാവറ്റിനേക്കാട്ടും ഉയരം കൂടിയ ആള്, അപ്പൊ ഞാനാണ് വലുത്, എന്നെ എല്ലാവരും മാനിക്കണം. ഈ വിരൽ പറഞ്ഞു, മോതിര വിരൽ പറഞ്ഞു എന്റെ കല്യാണം കഴിക്കണം ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വിരലാണ് ഈ മോതിരവിരൽ. നമ്മൾ തിലക്കൊക്കെ ഉപയോഗിക്കാനും മോതിരക്കെടാനും. അപ്പൊ അതാണ് ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ ചെറുവിരൽ വിചാരിച്ചു ഞാൻ മാത്രം ചെറിയ ആള്, എനിക്ക് യാതൊരുമില്ല. അപ്പൊ പറഞ്ഞു എനിക്കും സ്ഥാനമുണ്ട് അവിടെ. എന്താണ്? തൊഴുകുമ്പോ ഞാനാണ് മുമ്പില്. നിങ്ങളെല്ലാവരും ലീഡ് ചെയ്യുന്നത് ആരാണ്? ഞാനാണ്. അത് മാത്രമല്ല ഭഗവാൻ ഗോവർദ്ധനം ഏതിലാണ് ഉയർത്തിയത്? ചെറുവിരല്. അപ്പൊ എല്ലാവരെയും കാണുന്ന ശ്രേഷ്ഠ ഞാനാണ്. അപ്പോ ഒരാളും തർക്കിക്കേണ്ട ആവശ്യമില്ല, ഒരാളും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള സ്ഥാനമാനങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് ആ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഭഗവാനെ സേവിക്കാം. അപ്പോ ഇത് ഭഗവാൻ പറയുന്നത് യത് കരോസ്യ ദസ്നാസ്യ ജുഹോസ്യ ദദാസിയ യത് തപസ്യസ്യ കൗന്ദയ തത് പുരുഷം. എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് ദാനം ചെയ്യുന്നു, എന്ത് തപസ്യ ചെയ്യുന്നു, ഇതെല്ലാം എനിക്ക് വേണ്ടി സമർപ്പിക്കുക. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. അംശങ്ങള് ആ പൂർണ്ണത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വരാട്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡിപ്പെൻഡന്റ് ആണ് ഭഗവാന്റെ. ആ ഭഗവാനെ മറന്ന് നമ്മൾ സ്വയം ഇൻഡിപെൻഡന്റ് ആയി എന്ന് തീരുമാനിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോ നമ്മുടെ അമരേന്ദ്ര പ്രഭു പറയുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഗ്രഹനില നോക്കല്ലോ, അല്ലേ? നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും നാളും ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ ശുക്രൻ ശരിയല്ല, വ്യാഴം ശരിയല്ല, ബുധൻ ശരിയല്ല, ശനി ശരിയല്ല എന്നോ. അപ്പൊ അവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാണും. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഒരു ഗ്രഹത്തിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. കാരണം ഭഗവാനാണ് ഈ ഗ്രഹങ്ങളുടെ എല്ലാം നാഥൻ. അപ്പൊ ഈ ഗ്രഹനാഥനെ നമ്മളുടെ പോക്കറ്റിൽ വെച്ചാൽ ഹം ഭക്ത പരാധീനോ എന്നാണ് പറഞ്ഞിരുന്നത്. ഭക്തന്മാരുടെ അധീനത്തിലാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ ആ ഗ്രഹങ്ങളെല്ലാം നമുക്ക് ഫേവറബിളായിട്ട് വന്നു ഭവിക്കും. അപ്പോൾ നമുക്ക് ഗ്രഹനില അപ്പം നോക്കേണ്ട ആവശ്യമില്ല, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം കഴിക്കുന്നു, എന്തെല്ലാം ദാനങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം തപസ്യകൾ ചെയ്യുന്നു, ഇതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യണം ഓ അർജുന എന്നാണ് ഇവിടെ പറയുന്നത്.
So thus, it is the duty of everyone to mold his life in such a way that he will not forget Krishna in his life. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭഗവാനെ സ്മരിക്കുക. ഏതൊരു കാലം 24 മണിക്കൂർ 24/7 ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം, ഈ പദ്ധതി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കൃഷ്ണാവബോധത്തിലിരിക്കണം. നമ്മുടെ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കൃഷ്ണാവബോധത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് പല ക്ലേശങ്ങളുണ്ടായിരിക്കും. ഫാമിലി പ്രോബ്ലം, ഓഫീസിൽ പ്രോബ്ലം, റിലേഷൻഷിപ്പ് പ്രോബ്ലം, കുട്ടികളുടെ പ്രോബ്ലം, എഡ്യൂക്കേഷൻ, പറഞ്ഞില്ലേ ഒരുപാട്. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളിൽ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തി, അറ്റ്ലീസ്റ്റ് ആ സമയമെങ്കിലും. പക്ഷെ ഇവിടെ നമ്മളുടെ ക്ലേശങ്ങളും നമ്മളുടെ പ്രോബ്ലങ്ങളും വളരെ തുച്ഛമാണ്. ആക്ച്വലി ഭഗവാൻ അർജുനോട് പറയുന്നത്, യുദ്ധക്കളത്തില് ഇത്രയും ഘോരമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാൻ അർജുനോട് എന്താ പറയുന്നത്? മാം അനുസ്മരൻ യുദ്ധച്ച, എന്നെ സ്മരിച്ചിട്ട് യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ഇത്രയും വലിയ ക്ലേശത്തിന്റെ ഇടയിലാണ് അർജുനൻ. ആ സമയത്തും കൂടിയും ഭഗവാൻ പറയുന്നത് ഭഗവാനെ സ്മരിക്കാൻ. അപ്പൊ നമ്മളുടെ ക്ലേശങ്ങള്, നമ്മളുടെ ഒരു സിറ്റുവേഷനും അർജുന്റെ സിറ്റുവേഷനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അജഗജാന്തരം അല്ലെ? നമ്മളൊന്നുമില്ല. പ്രഹ്ലാദന്റെ ആ ക്ലേശങ്ങള്, പ്രഹ്ലാദൻ അനുഭവിച്ചിട്ടുള്ള ആ കഷ്ടപ്പാടുകൾ, അതായത് ഹിരണ്യകശിപു അത്രയും ക്രൂരമായിട്ടാണ് പ്രഹ്ലാദൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, അപ്പൊ മഹാരാജ് രാംനാഥ് സ്വാമി മഹാരാജിനോട് ഒരു ഭക്തൻ പറഞ്ഞു, മഹാരാജ് വളരെ ബുദ്ധിമുട്ടാണ്, എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ, വളരെ ബുദ്ധിമുട്ടാണ് ടു ഗെറ്റ് അലോങ്. അതല്ല രാധാനാഥ് സ്വാമി മഹാരാജോ അതോ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ്, ഓർമ്മയില്ല, ഏതൊരു മഹാരാജിന്റെ ക്ലാസ്സില് പറഞ്ഞു, എത്രയും ബുദ്ധിമുട്ടോ, പ്രഹ്ലാദ അനുഭവിച്ച പോലുള്ള ക്ലേശങ്ങള് താങ്കൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല മഹാരാജ്. ജസ്റ്റ് ഹൗ ഐ ആം ടോളറേറ്റിംഗ്, ജസ്റ്റ് ലൈക്ക് ഹൗ ഐ ആം ടോളറേറ്റിംഗ് യു, സിമിലർലി ടോളറേറ്റ് യുവർ വൈഫ് ആൾസോ, എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ എന്താണ്, നമ്മൾ 24 മണിക്കൂറും കൃഷ്ണാവബോധം ഉണ്ടായിരിക്കണം. അതാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞു, താൻ ഗൗരകിഷോർ ബാബാജി മഹാരാജിനെ, എന്തുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് വളരെ സ്കോളർലിയാണ്, വളരെ പണ്ഡിതനാണ്, എല്ലാറ്റിലും ഒരു നൈപുണ്യമുള്ള ഒരു റേ ഓഫ് വിഷ്ണു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. അങ്ങനത്തെ ഒരു മഹാരാജാവ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഗൗരകിഷോർ ബാബാജി മഹാരാജ് എന്നാണ് ദീക്ഷ എടുത്തത്. ബട്ട് ഈസ് സെൽഫ് റിയലൈസ്ഡ്. ഓക്കെ, ഈവൻ ഭക്തി വിനോദ് ഠാക്കൂർ ഭാഗവതം വായിക്കുന്ന സമയത്ത് ഗൗരകിഷോർ ബാബാജി മഹാരാജ് അവിടെ നിന്ന് കേൾക്കും എന്നാണ് അദ്ദേഹം വായിക്കുന്നത്. അപ്പൊ ആ മഹാരാജാവിന്റെ ശിഷ്യനാവാൻ വേണ്ടി, ദീക്ഷ എടുക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയോട് പറഞ്ഞത്. ആദ്യം പോയി ഞാൻ ചെയ്യില്ല, ഞാൻ ഒരാൾക്ക് ദീക്ഷ കൊടുക്കുന്നില്ല, നീ ഇത്ര വലിയ പണ്ഡിതൻ, ഞാൻ എന്താ ദീക്ഷ തരുന്നത്? പറ്റില്ല, എനിക്ക് തരണം. ഇല്ല പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഗൗരങ്ങനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും പോയപ്പോൾ പറഞ്ഞു, ഞാൻ മറന്നു, ചോദിച്ചിട്ടില്ല, വിട്ടില്ല. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് വിട്ടില്ല. വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. വീണ്ടും പോയി, അപ്പോഴും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ദീക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കൊരൊറ്റ വഴിയുള്ളൂ, ഈ ഗംഗയിൽ പാലത്തിൽ വെച്ചിട്ട് അദ്ദേഹം ആ 3ാമത്തെ പ്രാവശ്യം കണ്ട് ഗംഗയിൽ ചാടിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ പിന്നെ ഓക്കെ സമ്മതിച്ചു. അതായത് ഈ സോ ഡിറ്റർമിൻഡ്, മനസ്സിലായി. ഗംഗയിൽ പൊളിച്ച് വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ദീക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ മഹാരാജ് പറയുന്നത്, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നത്, അതായത് എൻ്റെ ഗുരുദേവൻ ഈ 24 hours is Krishna conscious. That's why I accepted him. If he is 23 hours, 59 minutes Krishna conscious and 1 minute material conscious, I would not have accepted him. 23 hours, 59 minutes is Krishna conscious, but 1 minute is material conscious. I wouldn't have accepted him as my spiritual master. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആലോചിച്ചു നോക്കൂ. So he knows the position of his guru.
ഇസ് 24 hours. അതല്ലാണ്ട് വേറെ ആകുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളും 24 മണിക്കൂറും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കണം. അപ്പോ അർജുനൻ ആ ഒരു സ്ഥലത്തില്, ആ ഒരു സിറ്റുവേഷനില് അർജുനോട് പറയാണ്, ഇത്രയും ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ കാര്യം എന്താണ്? നമുക്ക് അങ്ങനെ യാതൊരു ഇതുമില്ല, ഒരു സിറ്റുവേഷനും അല്ല നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല കമ്പാരിഷൻ. ഇറ്റ്സ് നോട്ട് വർത്ത് കമ്പയറിങ് അറ്റ് ഓൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് നടക്കില്ല പറ്റില്ല. സോ എവറി വൺ ഹാസ് ടു വർക്ക് ഫോർ മെയിൻ്റനൻസ് ഓഫ് ഹിസ് ബോഡി ആൻഡ് സോൾ ടുഗദർ. എല്ലാവർക്കും സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആൻഡ് കൃഷ്ണ റെക്കമെൻഡ്സ് ഹിയർ ഇൻ ദാറ്റ് വൺ ഷുഡ് വർക്ക് ഫോർ ഹിം. ഭഗവാന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. എവറി വൺ ഹാസ് ടു ഈറ്റ് സംതിങ് ടു ലിവ്. Therefore, he should accept the remnants of foodstuffs offered to Krishna. അപ്പോൾ എന്തായാലും നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ, ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ വല്ല അത്രയും വലിയ റിനൗൺസിയൻ്റ് ആയിരിക്കണം, യോഗി വര്യനായിരിക്കണം, അതൊന്നും 99.99% ആൾക്കാരും അല്ല, എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരിക്കാം. അപ്പൊ അത് എന്താണ്, നമ്മൾ ഭോഗ കഴിക്കാൻ പാടില്ല, നമ്മൾ പ്രസാദം കഴിക്കണം. അത് ഭഗവാന് നമ്മൾ എന്തായാലും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, അറ്റ്ലീസ്റ്റ് അതിനെ പ്യൂരിഫൈ ചെയ്തൂടെ? വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ ആണ് പറയുന്നത്. അതൊന്നുമില്ലെങ്കിലും ഇനീഷ്യലി അതൊന്നുമില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് ആ ഒരു റിയാക്ഷൻസ് ഇല്ലാണ്ട് കിട്ടുമല്ലോ. ഭഗവാന് നമ്മൾ കഴിക്കുന്ന ആ ഭോഗ അത് ഭഗവാന് സമർപ്പണം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പ്യൂരിഫൈ ആവുമല്ലോ, സാങ്ക്ടിഫൈ ആവുമല്ലോ. പാപങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നില്ലേ, യജ്ഞശിഷ്ടാചനം ശന്തോ ഉച്ചന്തേ സർവകിൽബിഷൈ മുഞ്ചതേതേതകം പാപം ഏ പചന്തി ആത്മകാരണം. എല്ലാം പാപമാണ് കഴിക്കുന്നത്. ഭഗവാന് സമർപ്പിക്കാതെ കഴിക്കുന്നതെല്ലാം വെറും പാപമാണെന്ന്, അതായത് അതിന് റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഭഗവാന് സമർപ്പണം ചെയ്ത് അതിന് 5 മിനിറ്റേ വേണ്ടൂ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റേ വേണ്ടൂ, അതിലും ഇതൊന്നും വേണ്ടല്ലോ. ഭഗവാൻ നമ്മൾ ഉണ്ടാക്കുന്നു, അത് ഭഗവാന് സമർപ്പണം ചെയ്യുന്നു, ഭഗവാൻ അത് പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻസ് കിട്ടുന്നില്ല. സോ വൈ നോട്ട് ഡു ദാറ്റ്? അതാണ് ഭഗവാൻ പറയുന്നത്. സോ therefore he should accept the remnants of foodstuffs offered to Krishna. അതാണ് പ്രസാദമായിട്ട് നമുക്ക് തരുന്നത്. അതേ ആ കാര്യത്തിന് നമ്മൾ വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു അമ്മ തൻ്റെ മക്കൾക്ക് ഡ്യൂട്ടി ബൗണ്ടായിട്ട് ഭക്ഷണം ജസ്റ്റ് ഒരു ഡ്യൂട്ടി ആയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിരുന്ന കഴിച്ചോ പറയുന്നതും, അത് സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ അത് കഴിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെ വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുന്നതും ജസ്റ്റ് അവിടെ ഫ്രിഡ്ജിലുണ്ട് എടുത്ത് കഴിച്ചോ പറയുന്ന വ്യത്യാസമല്ലേ? ഏതാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? സിമി മാതാജി എന്താണ് ചെയ്യുക? അറ്റ്ലീസ്റ്റ് വർക്കിംഗ് ഡേയിൽ പോട്ടെ, ലീവുള്ള ദിവസം അറ്റ്ലീസ്റ്റ് വർക്കിംഗ് ഡേ യുവർ ഓൾ വർക്കിംഗ്. സോ അതിൻ്റെതായിട്ടുള്ള പല ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലാത്ത വീട്ടിലുള്ള സമയത്ത് മകനെ പിടിച്ചിരുത്തി എന്താണ് ഇഷ്ടമുള്ളത് അത് ഉണ്ടാക്കി കൊടുക്കുക, നോക്കുക. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോൾ അതേപോലെ നമുക്ക് ഭഗവാനാണ് നമുക്കിതെല്ലാം തന്നിരിക്കുന്നത്. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. നമ്മൾ ശ്വസിക്കുന്ന വായു, ഈ വെളിച്ചം, വെള്ളം, ഇതെല്ലാം ഭഗവാൻ. ഇതൊന്നും തന്നില്ലെങ്കിൽ എന്താണ്? ഒരു സെക്കൻഡിന് നമ്മുടെ ശ്വാസം ഒന്ന് പിടിച്ചു നിർത്തിയാൽ നമ്മൾ അടുത്ത സെക്കൻഡ് ഉണ്ടാവില്ല. ഭഗവാന്റെ ദേനല്ലേ, ഭഗവാൻ തന്നല്ലേ. അപ്പൊ ആ ഭഗവാനെ നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും, നമ്മുടെ താങ്ക്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? അറ്റ്ലീസ്റ്റ് ബൈ ദിസ് വേ. അപ്പോൾ ഭഗവാൻ പറയുന്നത് ജസ്റ്റ് ഓഫർ ചെയ്താൽ മാത്രം പോരാ. എന്താണ് പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തിയ ഉപഹൃത അസ്നാമി പ്രിയതാത്മനം. അല്ലെ, 2 പ്രാവശ്യമാണ് ഭക്തിയോടുകൂടി തരാണ് പറയുന്നത്. എങ്ങനെ ഒരു അമ്മ തൻ്റെ മക്കൾക്ക് അതായത് സ്നേഹത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതേപോലെ നമ്മുടെ സുപ്രീം ഫാദർ അവർക്ക് നമ്മൾ ആ ഭക്തിയോട് കൂടി നമുക്ക് എന്താണ് അവിടെ കിട്ടുക? ഭഗവാൻ ആ ഭോഗ സാങ്ക്ടിഫൈ ചെയ്യുക മാത്രമല്ല, നമുക്ക് ഭക്തി പ്രദാനം ചെയ്യും. നമ്മൾ ഭക്തി കൂടുമ്പോൾ നമുക്ക് ഭഗവാനുള്ള ഭക്തി വളരെ തിക്കനാവും, അല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ റെമനൻസ് ഓഫ്
ഫുഡ് സ്റ്റഫ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതും ഭഗവാന് സമർപ്പണം ചെയ്യണം. Any civilized man has to perform some religious ritualistic ceremonies. Therefore, Krishna recommends do it for me. And this is called Archana. അപ്പോ നമ്മുടെ ധർമ്മിഷ്ഠരാണെങ്കിൽ, ധർമ്മം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റിച്വൽസ് ചെയ്യും. അത് നമുക്ക് വേണ്ടി ചെയ്യാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം തരും. ഇപ്പൊ നമ്മള് മിക്ക ആൾക്കാരും ചെയ്യുന്നത് നമ്മളുടെ പ്രീതി, നമുക്ക് പ്രീതി വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിർത്തിയിട്ട് അതേ റിച്വൽസ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്താൽ ഭഗവാൻ നമുക്ക് ആവശ്യമെല്ലാം തരും. ഭഗവാൻ പറയുന്നത് ഗിവ് ഇറ്റ് ടു മീ. ആൻഡ് ദിസ് മീൻസ് ദാറ്റ് ഓൾ സർപ്ലസ് മണി അക്യുമുലേറ്റഡ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻ ഫർദറിങ് ദ കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെന്റ്. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നല്ലേ? നമുക്ക് സർപ്ലസ് ഉണ്ടാവില്ല. കാരണം എന്താണ്? എത്ര കിട്ടിയാലും നമുക്ക് പോരാനതുണ്ടോ. സർപ്ലസ് എപ്പോഴാണ് ഉണ്ടാവുക? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ അല്ലേ? ഇപ്പോ പ്രഭാത് പറയുന്ന പോലെ ഒരു ചാക്ക് നെല്ലോ അരിയോ റോഡിൽ കിടക്കുകയാണ്. പക്ഷികൾ വന്ന് അത് എത്ര ആവശ്യമുണ്ടോ 2 or 3 ഗ്രെയിൻസ് അത് കഴിച്ചിട്ട് അത് പോവും അല്ലേ? ഞാൻ ഇപ്പം അത് കൂടെ വരികയാണെങ്കിൽ ആ ചാക്ക് മുഴുവൻ എടുത്തിട്ട് എൻ്റെ തോടെടുത്തിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിൽ വെക്കും. ഇന്നൊക്കെ നാളേക്ക് അടുത്ത ജനറേഷന് പിറ്റത്തെ ജനറേഷൻ ഗോഡൗൺ. സോ ദിസ് ഈസ് ദ അക്യുമുലേറ്റിംഗ് ടെൻഡൻസി. അപ്പൊ നമുക്ക് എത്ര കിട്ടിയാലും പോരാ. അക്യുമുലേറ്റിംഗ് ടെൻഡൻസി നമുക്ക് കൂടുതലാണ് ഹ്യൂമൻസിന്. മറ്റുള്ളവർക്ക് അതില്ല. അവർക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുക്കുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ ഈശോപനിഷത്തിന്റെ ആ ഒരു ശ്ലോകം ഓർമ്മിക്കേണ്ടത്. ഏചാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭൂജിത മാഗൃത കസ്യസിദ്ധനം. അപ്പോ എല്ലാം ഭഗവാന്റെയാണ്. അത് നമ്മൾ ഓർക്കണം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കോട്ട അനുവദിച്ച് തന്നിട്ടുണ്ട്. മനുഷ്യർക്ക് ഇത്ര കോട്ട, മൃഗങ്ങൾക്ക് ഇത്ര കോട്ട, കീടങ്ങൾക്ക് ഇത്ര കോട്ട, അതേപോലെ വൃക്ഷങ്ങൾക്ക്, ഓരോരുത്തർക്കും ഓരോ കോട്ട. അത് എല്ലാവരും ഈ കോട്ട പാലിക്കുന്നുണ്ട് എക്സെപ്റ്റ് 1 കാറ്റഗറി മനുഷ്യർ. നമ്മൾ മാത്രം നമ്മുടെ കോട്ടയിൽ നിന്ന് കൂടുതൽ എടുക്കാൻ ശ്രമിക്കുന്നു. എൻക്രോച്ചിങ് അപ്പോൺ അതേഴ്സ് കോട്ട. അതാണ് ഈ സവാസ്യം പറയുന്നത്. അതെല്ലാം ഭഗവാനാണ്. ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട്. ആ കോട്ടയിൽ തൃപ്തരാകും. അതിൽ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം നമുക്ക് മനസ്സിലാവണം, ഇത് നമ്മളുടെ പ്രോപ്പർട്ടി അല്ല. നമ്മളെ കസ്റ്റോഡിയൻ ആക്കിയിരിക്കുകയാണ് കുറച്ച് കാലത്തിന്. ആ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളത് വേണ്ട പോലെ ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ കോട്ട നമ്മൾ അപഹരിക്കാൻ പാടില്ല. അപ്പൊ അതാണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനിലും രൂപഗോസ്വാമി അത്യാഹാര പ്രയാസ. അത്യാഹാരം പാടില്ല. ഓവർ എക്വയറിങ്, ഓവർ ഈറ്റിംഗ് അത്യാഹാരം, ഓവർ അക്യുമുലേറ്റിംഗ് എല്ലാം അത്യാഹാരമാണ് അല്ലേ? നമ്മളൊരു സാധനം ഇഷ്ടമാണെങ്കിൽ ഒരു ചെരുപ്പൊക്കെ ചില സ്ത്രീകൾക്ക് ബാഗ്, ചെരുപ്പ്, അതേപോലെ ഡ്രസ്സസ്, സ്ത്രീകൾക്ക് മാത്രമല്ല ഈവൻ ജെൻസിനുണ്ടോ, നോട്ട് ഓൺലി ലേഡീസ്. ഓരോരുത്തർക്കും ഓരോ കളക്ഷൻസ് ഉണ്ടാവും. ഫുൾ വാർഡ്രോബ്. എന്താണ് അത്യാഹാരം? ഉപയോഗിക്കില്ല. സാക്ഷി പ്രഭു പറയുന്നത് ഏതൊരു സാധനം 6 മാസത്തിന് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. യു ഗീവ് ഇറ്റ് അവേ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ 75%, ഉപയോഗിക്കുന്ന സാധനങ്ങൾ 25% ആയിരിക്കും നോക്കുകയാണെങ്കിൽ അല്ലേ? എല്ലാവരും. അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്മളുടെ പൂർവ്വജന്മത്തിന് വരുന്ന ഇംപ്രഷൻസ് ആണ്. ആ ഒരു ഗ്രീഡ്, അത്യാഹാരം, ആ സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്ങിൽ നമ്മൾ വരുന്നില്ല. അതിലേക്ക് വരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെ ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മളെ എന്താണ് ആവശ്യം? ഒക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, നന്നായിട്ട് ജീവിക്കാൻ, ഒന്നും അതിന് ഏകദേശമല്ല ഭഗവാൻ. പക്ഷേ ഗ്രീഡ് പാടില്ല. ഗ്രീഡ് പാടും ഒന്നിന് മാത്രം. ലൗല്യം ഈസ് അവൈലബിൾ ഫോർ വൺ തിങ്. എന്തിനാണ്? To serve, Prabhu. To service, yes. ലൗല്യം സ്പിരിച്വൽ കാര്യങ്ങൾക്ക്.
ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണപ്രേമത്തിന് വേണ്ടിയിട്ട് ലൗല്യം നമുക്ക് ചെയ്യാം. അതായത് ഗ്രീഡ് ഫോർ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ്, നോട്ട് ഗ്രീഡ് ഫോർ മെറ്റീരിയൽ അഡ്വാൻസ്മെന്റ്. നമ്മളുടെ ഓരോരുത്തരെയും കപ്പാസിറ്റി അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, യു ഗെറ്റ് ഇറ്റ്, നോ പ്രോബ്ലം. പിന്നെ അത് കിട്ടില്ല എന്ന് നമുക്ക് അറിഞ്ഞു, 2 തവണ 4 തവണ 10 തവണ ശ്രമിച്ചിനും കിട്ടില്ലെങ്കിൽ then leave it. Why unnecessarily spend our time, energy and money after that particular thing? അല്ലെ, അവിടെ ഒരു ഇത് വെക്കുക, 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല, ലീവ് ഇറ്റ്. കാണിച്ചാൽ നമുക്കത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണോ അത് അത്യാഹാര പ്രയാസം, ഓവർ എൻഡവറിങ്. ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്, എടുത്തുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർക്ക് അതൊരു ഒരു ഇതാണ്, അഡിക്ഷനാണ്. ഡെയിലി പോകുന്നു, ഒരിക്കലും അടിക്കില്ലേ, എന്തിനാ വെറുതെ എന്നെങ്കിലും അടിക്കും വിചാരിച്ചിട്ട് ഡെയിലി ലോട്ടറി എടുക്കും. അങ്ങനത്തെ പൈസ കിട്ടിയിട്ടും കാര്യമില്ല. ഇനിയിപ്പോ കിട്ടി വിചാരിക്കുക, ആ പൈസ നമുക്ക് നല്ല രീതിയിൽ ചെലവാക്കാനും പറ്റില്ല. നമുക്കത് കടബാധ്യതയായിരിക്കും. ആരുടെയൊക്കെ ശാപത്തിന്റെ പൈസയാണ്. എല്ലാവരും കിട്ടും വിചാരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് കിട്ടുന്ന വേറെ ഒരുത്തനായിരിക്കും. അപ്പൊ അയ്യോ എനിക്കും കിട്ടിയില്ല. ആ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് കേഴ്സ് ഈസ് ദർ. ആരൊക്കെ ഇതിൽ ഈ ചെയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അവർ ചെറിയൊരു എമൗണ്ട് ഓഫ് കേഴ്സ് ഈ ആർക്കാണോ കിട്ടിയത് അവരുണ്ടായിരിക്കും. അപ്പോ അതൊരു കടബാധ്യതയായിട്ട് വരും. വീണ്ടും തിരിച്ചു വരേണ്ടി വരും നമ്മൾ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഉണ്ട് നമ്മുടെ ഇല്ല. പക്ഷെ ഞാനൊരാളുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചു, അത് തിരിച്ചു കൊടുത്തില്ല. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലായിരിക്കാം ചിലപ്പോൾ. എനിക്ക് തിരിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ എങ്കിലും അദ്ദേഹം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ഇനി അതല്ല, ഞാൻ ആരിൽ നിന്ന് മേടിച്ച് അദ്ദേഹം അതിന് എനിക്ക് മാപ്പൊന്നും എനിക്ക് ആവശ്യമില്ല, നോ പ്രോബ്ലം, ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓഫ്. എനിക്ക് യാതൊരു അതിനെ കൊണ്ടൊരു ഒബ്ലിഗേഷനും നമുക്കില്ല. അങ്ങനെ ഒരു മാപ്പ് തരുകയാണെങ്കിൽ പിന്നെ ആവശ്യമില്ല. പക്ഷെ പൊതുവെ ഒരു എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യും. നമ്മൾ ദാനം കൊടുക്കുന്ന വേറെ, ഒരു ലോൺ കൊടുക്കുകയാണ്. ഓക്കെ, ആ ലോണ് നമ്മൾ ബാങ്കിൽ നിന്നായാലും ശരി ഒരു വ്യക്തിയിൽ നിന്നായാലും ശരി മേടിച്ചാൽ അത് നമ്മളുടെ ബാധ്യതയാണ്. അത് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ ചിലപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ആൾക്കാർ ഓടിപ്പോവും. ഓക്കെ, ആ വേറെ രാജ്യത്തേക്ക് എന്നെ പിടിക്കില്ല, ഒരു കുഴപ്പമില്ല. അടുത്ത നെക്സ്റ്റ് ലൈഫിൽ എന്തായിരിക്കും, നമ്മളേന്ന് ലോൺ മേടിക്കും, പലരും തിരിച്ചു തരില്ല. ടിറ്റ് ഫോർ ടാറ്റ്. അതിനുവേണ്ടി നമ്മൾ വരേണ്ടി വരും. അപ്പൊ ഇവിടെ ആ അത്യാഹാരം, ഓവർ എക്വയറിങ്, പ്രയാസ, അതായത് ഓവർ എൻഡവറിങ്, ഇതൊന്നും പാടില്ല. അപ്പൊ അതൊക്കെ നമ്മളെ അവിടെ ബന്ധിപ്പിക്കും. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആ ബന്ധനത്തിൽ നിന്ന് മുക്തരാവാനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ആ ബന്ധനത്തിൽ കൂടുതൽ ഇംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ആ ഇംപ്ലിക്കേഷൻ ഒഴിവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് ദാനം ചെയ്യുന്നു, എന്ത് തപസ് ചെയ്യുന്നു, അതെല്ലാം ഭഗവാന് സമർപ്പണം ചെയ്താൽ നോ റിയാക്ഷൻ. So nowadays people are very much inclined to the meditational process, which is not practical in this age. But if anyone practices meditating on Krishna 24 hours a day by chanting the Hare Krishna mantra round his beads, is surely the greatest meditator and the greatest yogi, as substantiated by the 6th chapter of Bhagavad Gita. എന്നാണ് 6th ചാപ്റ്ററിലെ അവസാനത്തെ ശ്ലോകം. യോഗിനാം അഭിസർവേഷാം മദ്ഗതേനാന്തരാത്മക. അല്ലെ, ആ ശ്ലോകത്തിൽ പറയുന്നതാണ് ഏറ്റവും വലിയ യോഗിയാണ്. ആരാണ്? അവരുടെ മനസ്സ് എന്നിൽ ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നത്. യോഗിനാം അഭിസർവേഷം മദ്ഗതേനാന്ത ആത്മന. അതാണ് പറയുന്നത്. അപ്പോൾ യോഗ പ്രാക്ടീസ് ഇന്നത്തെ കാലത്ത് പണ്ടത്തെ യോഗ പ്രാക്ടീസ്, അതായത് കഴിഞ്ഞ യുഗങ്ങളിലെ ആ യോഗ പ്രാക്ടീസ് പോലെ നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഈ യുഗത്തിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് കലിയുഗത്തിലാണ്. കലിയുഗത്തിന്റെ ഓരോ മനുഷ്യരുടെ ലൈഫ് സ്പാൻ, ഡ്യൂറേഷൻ, ബാക്കിയുള്ള നമ്മളുടെ ബുദ്ധി,
മെമ്മറി പവർ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് യോഗ സ്റ്റുഡിയോസ് കാണാൻ നമുക്ക്, ഒരുപാട് ആൾക്കാർ ദ സോ കോൾഡ് യോഗ പ്രോസസ്സിന് പോകുന്നുണ്ട്. നല്ലതാണ് ടു ഹാവ് എ ഗുഡ് ഫിസിക്കൽ ബോഡി ഫിറ്റ്നസ്. ദാറ്റ്സ് അതിലും അപ്പുറത്തേക്ക് അത് കൊണ്ടുവന്നിട്ടില്ല. ഭഗവാന്റെ ആയിട്ടുള്ള ആ ഒരു യൂണിയൻ, ഭഗവാനായിട്ടുള്ള ലിങ്കിലേക്ക് അത് എത്തിക്കില്ല. അതൊരു മിയർ എക്സസൈസ് ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. യോഗ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി അഷ്ടാംഗ യോഗയാണ് ഇവിടെ റിഫർ ചെയ്യുന്നത്. അതിന് ഒരുപാട് യമനിയമങ്ങളുണ്ട്. അഷ്ടാംഗ 8 ലിംസ്. അപ്പൊ ആദ്യം തന്നെ യമനിയമങ്ങളാണ്. അത് പാലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ കലിയുഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും യമനിയമങ്ങൾ പാലിക്കാൻ പറ്റില്ല. എന്നാൽ മാത്രമേ അതിന് സക്സസ് ഉള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പ്രബോധ പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നവഡേയ്സ് പീപ്പിൾ ആർ വെരി മച്ച് ഇൻക്ലൈൻഡ് ടു ദ മെഡിറ്റേഷൻ പ്രോസസ് വിച്ച് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ ദിസ് ഏജ്. യമനിയമത്തിൽ തന്നെ നമ്മൾ ആ എൻട്രൻസ് ടെസ്റ്റിൽ തന്നെ നമ്മൾ പോയി ഫെയിലിയറായി. അതുകൊണ്ട് യോഗ തെറ്റാണ്, യോഗ ചെയ്യേണ്ടതല്ല. യോഗ ഇസ് ഓക്കെ, ഫോർ എ ഫിസിക്കൽ ഫിറ്റ്നസ് പർപ്പസ് ഇറ്റ് ഈസ് ഓക്കെ. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യോഗ ഓക്കെ. സ്റ്റുഡിയോ പോയിട്ട് നമ്മളൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ദാറ്റ്സ് ഓക്കെ. ബട്ട് ഇറ്റ് വിൽ നോട്ട് കണക്ട് യു. യോഗ മീൻസ് ടു കണക്ട്. ഇറ്റ് വിൽ നോട്ട് കണക്ട് യു ടു ദ സുപ്രീം ലോർഡ്. ആ പാർട്ട് നമ്മൾ മറന്നേക്കണം. ബാക്കി നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്, ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് യോഗ പ്രാക്ടീസ് നല്ലതാണ്. പ്രാണായാമം, അങ്ങനത്തെ ഓരോരോ സിറ്റിംഗ് പോസ്ചറും ആ കാര്യങ്ങളൊക്കെ ഡെയിലി ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ അക്കോർഡിംഗ് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഈ ഏജിൽ ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യോഗ പ്രാക്ടീസ് നടക്കില്ല എന്നാണ് പറയുന്നത്. സോ ബട്ട് ഇഫ് എനി വൺ പ്രാക്ടീസസ് മെഡിറ്റേറ്റിംഗ് ഓൺ കൃഷ്ണ 24 hours, അപ്പൊ നമ്മളുടെ യോഗ എന്താണ്? നമ്മളുടെ യജ്ഞം ജപയജ്ഞമാണ്, ഭഗവാനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 24 hours നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം മനസ്സിലും ചാൻഡ് ചെയ്യാം. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഭഗവാനെ സ്മരിക്കാം. അതാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞ്, യുദ്ധം ചെയ്തോ, പക്ഷെ എന്നെ സ്മരിച്ച് ചെയ്തോ. എന്താണ് അപ്പൊ അതിന്റെ ലാഭം? ഒരു റിയാക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോ അർജുനന് അവിടെ റിയാക്ഷൻ ഉണ്ടാവില്ല, കാരണം എപ്പോഴും ഭഗവാനെ സ്മരിച്ച് ചെയ്യുമ്പോൾ. ദുര്യോധനൻ എന്താണ് സ്മരിക്കുന്നത്? ഞാൻ ജയിക്കുവോ തോൽക്കുവോ, എനിക്ക് ഈ രാജ്യം കിട്ടുമോ, ഞാൻ രാജാവോ, അതാണ് അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് റിയാക്ഷൻ ഉണ്ടാവും. ഇവിടെ രണ്ടുപേരും യുദ്ധം ചെയ്യുന്നു. ഒരാളുടെ ആ കോൺഷ്യസ്നെസ് എന്താണ്, മറ്റൊരാളുടെ കോൺഷ്യസ്നെസ് ആണ്. രണ്ടുപേർക്കും ഡിഫറെന്റ് റിയാക്ഷൻസ് ആണ്. ഒരാൾക്ക് റിയാക്ഷൻസ് ഇല്ല, ഒരാൾക്ക് റിയാക്ഷൻ കിട്ടുന്നു. അപ്പൊ നമ്മളുടെ യജ്ഞം ഈ കലികാലത്ത് ഹരേ കൃഷ്ണ മന്ത്രം ജപയജ്ഞം. അപ്പൊ അത് നമ്മുടെ ശാന്തിമേടില് ആ മിനിമം എത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്രയും നമ്മൾ ഡെയിലി ചെയ്യാം. ബാക്കിയൊക്കെ നമ്മുടെ 24 മണിക്കൂറും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കാം. അങ്ങനെ 24 മണിക്കൂർ 24 hours കൃഷ്ണ കോൺഷ്യസ് ആവാം എന്നാണ് പറയുന്നത്. as substantiated by the 6th chapter of Bhagavad Gita. Okay, so any questions or any comments? ഹരേ കൃഷ്ണ പ്രഭു, ഒരു സംശയം പ്രഭു. പറയൂ. പലപ്പോഴും നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സമയവും ഭഗവാനെ ഓർക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും ചില കാര്യങ്ങൾ ഓർക്കാപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതാവും പ്രഭു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്ന പ്രഭു, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മള് അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ഭഗവാന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാന് ഏൽപ്പിക്കാൻ പറ്റുമോ പ്രഭു? പറയുന്നത് അല്ല പ്രഭു, ഒന്ന് പറഞ്ഞ പ്രഭു ആ ശ്ലോകം. അതായത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ, അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതോ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം അത് ഭഗവാനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. ഓക്കെ, അത് ഓക്കെ, അത് ചെല്ലുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി അത് പ്രാക്ടീസ് ചെയ്തു കൊണ്ടാൽ അത് കുറച്ച് എഫേർട്ട് എടുക്കണം ഇനീഷ്യലി, പിന്നെ നമുക്ക് ശീലമാവും.
ആദ്യമൊക്കെ കുറച്ച് അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഭഗവാനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. മൾട്ടി ടാസ്കിങ് ആണ്. എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് പറ്റിയെന്ന് വരില്ല. പക്ഷേ സ്ലോലി ആൻഡ് ഗ്രാജുവലി ഭഗവാന്റെ കൃപ കൊണ്ട് അത് സാധിക്കും. പക്ഷെ അതിനുള്ള ഒരു എൻഡേവർ, അതിനുള്ള ഒരു സിൻസിയറിറ്റി നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് നമ്മൾ ഫെയിലിയർ ആവും. ഓക്കെ, എൻ്റെ ബലം കൊണ്ട്, എൻ്റെ ആ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്യുന്നു പറഞ്ഞല്ല. ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എപ്പോഴും 24 മണിക്കൂറും ഭഗവാൻ കൃഷ്ണ കോൺഷ്യസ് ആവണം ഏത് കാര്യം ചെയ്യുമ്പോഴും. പക്ഷെ അതിനുവേണ്ടി ഭഗവാന്റെ കൃപ വേണം. അത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ സിൻസിയറിറ്റിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദിസ് വേൾഡ്. പ്രഭുപാദ പറയുന്നത് ഇമ്പോസിബിൾ ഈസ് ദ വേർഡ് ഫൗണ്ട് ഇൻ ഫൂൾസ് ഡിക്ഷണറി. അപ്പൊ നമ്മളതിന് പ്രയത്നിക്കണം. പ്രയത്നിക്കാണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രയത്നിച്ചിട്ടും പറ്റില്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് സം റീസൺ ഡെഫിനറ്റ്ലി. പക്ഷെ ഭഗവാൻ നമ്മുടെ സിൻസിയറിറ്റി കണ്ടാൽ ഭഗവാൻ വിൽ ഹെൽപ്പ് us. കൈ പിടിച്ച് നമ്മളെ ഉയർത്തി എഴുന്നേൽക്കും. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ സിൻസിയറിറ്റി. വി റിയലി വാണ്ട് ഇറ്റ്, then he is there with us. It's only lip service, then you cannot get him. അല്ലേ? ക്ലിയർ ആണ് പ്രഭു. എന്തെങ്കിലും ശ്ലോകറില്ലേ? കായേന വാച മനസേന്ദ്രിയാവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണയതി സമർപ്പയാമി. നമ്മൾ രാവിലെ രാത്രി കിടക്കുന്ന, എസ്പെഷ്യലി രാത്രി കിടക്കുന്ന, കാരണം വെച്ചാൽ ദ ഹോൾ ഡേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സ്മരിച്ചിട്ടുണ്ട്. ബുദ്ധി കൊണ്ടും നമ്മളുടെ ഫാക്കൽറ്റീസ്, നമ്മളുടെ അവയവങ്ങൾ കൊണ്ടും നമ്മുടെ വാക്ക്, ഡീഡ്സ്, അതായത് തോട്ട്സ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റൊക്കെ ഇതിനെ പുറത്ത് ഇതെല്ലാം ഭഗവാനെ അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. അതൊരു ശ്ലോകം. യെസ്, ദാറ്റ് ആൾസോ യു ക്യാൻ. പിന്നെ സിൻസിയർലി വി പ്രേ ദാറ്റ് വിൽ ബി ഏബിൾ ടു റിമെമ്പർ യു whatever we are doing in all circumstances. അത് ബൈ പ്രാക്ടീസ് ഡെഫിനറ്റ്ലി അല്ലേ എന്നാണ് ഭഗവാൻ പറയുന്നത്. അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യത. അഭ്യാസം കൊണ്ട്, പ്രാക്ടീസ് കൊണ്ട് നടക്കാം. പറ്റാത്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അല്ലാതെ ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണം, ഞാൻ ഫുട്ബോൾ കളിക്കാനേ പോകുന്നില്ല, ഫുട്ബോൾ പ്ലെയർ ആവുന്നു. So I had to get into the ground and play daily, every day. Then it is possible. ആദ്യത്തെ ഫസ്റ്റ് ഡേന്ന് ഞാനൊരു എക്സ്പേർട്ട് ഫുട്ബോൾ പ്ലെയർ ആവില്ല. ടേക്സ് ഇയേഴ്സ്. ആ സർവം പ്രോപ്പർ ഗൈഡിന്റെ, കോച്ചിന്റെ കീഴിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതേപോലെ നമ്മളും പ്രോപ്പർ ഡിവോട്ടീസ് സർക്കിളിന്റെ കൂടെ ഇരുന്ന സീനിയർ ഡിവോട്ടീസിന്റെ ഗൈഡൻസ് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രെയർ കൂടി ഉണ്ടാവും, അവരുടെ എംപവർമെന്റ് കൂടി ഉണ്ടാവും. നമ്മൾ ഗുരു മഹാരാജിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, യെസ്, ഹി വിൽ ബ്ലെസ് us, ഹിസ് എംപവർമെന്റ് ഈസ് ആൾസോ ദെയർ. നമ്മളുടെ സിൻസിയർ ആ ഇൻക്വിസിറ്റീവ്നെസ് അല്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഡിവോട്ടറുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് ഇട്ടാണ്. ജസ്റ്റ് അവരൊന്ന് നമ്മളിന്ന് ഓർത്താൽ മതി, നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഓഫ് കോഴ്സ് പ്രൊവൈഡഡ് വി ആർ എലിജിബിൾ ഫോർ ദാറ്റ്. എലിജിബിൾ ആയിട്ടും നടക്കാത്ത ഒരു കാര്യങ്ങളുണ്ട്. അതെല്ലാം അവരുടെ അങ്ങനെ സീനിയർ ഡിവോട്ടീസിന്റെയും ആചാര്യന്മാരുടെയും ഗുരുവര്യന്മാരുടെയും അനുഗ്രഹം കൊണ്ട് നടക്കും. അവരുടെ ഒറ്റ എംപവർമെന്റ് മതി. പ്രഭുപാദ ഒരുപാട് ആൾക്കാർ, ഒരുപാട് തൻ്റെ ഏർലി ഡിസൈപ്പിൾസിനെ 6 മാസം, 1 കൊല്ലം ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. അന്ന് ആലോചിച്ചു പോകും. നമ്മുടെ ഇന്ത്യൻസ്, വി ഹാവ് സം വേദിക് ബാക്ക്ഗ്രൗണ്ട് അല്ലേ. നമ്മൾക്ക് ആരാണ് കൃഷ്ണൻ, ആരാണ് രാമൻ, ആരാണ് ബ്രഹ്മാവ്, ആരാണ് ശിവൻ, ഇതൊക്കെ ഏകദേശം സം ബാക്ക്ഗ്രൗണ്ട് ഈസ് അല്ലേ. ഇതൊന്നുമില്ലാണ്ട് ABCD അറിയാത്ത, ഒരു വേദിക് ബാക്ക്ഗ്രൗണ്ടും ഒന്നുമില്ലാത്ത അങ്ങനത്തെ ആൾക്കാർ 3 മാസം 6 മാസം ഈ ജസ്റ്റ് എംപറിങ്, ഗോ ടു ലണ്ടൻ, ഓപ്പൺ എ സെന്റർ, ഗോ ടു ദിസ് പ്ലേസ്, ഓപ്പൺ എ സെന്റർ, ഗോ ടു ആഫ്രിക്ക, ഗോ ടു ഓസ്ട്രേലിയ, ഗോ ടു യൂറോപ്പ്, ആൻഡ് they are successful. How they are successful?
അറിയാത്ത ഭാഷ, ഇപ്പൊ ചൈനയിൽ പോയിട്ട് ചൈനീസ് മാൻഡറിൻ ആ ഭാഷ പഠിക്കുക, ഓക്കെ, ഇറാനിൽ പോയാൽ അറബി പഠിക്കുക, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയാൽ അവിടുത്തെ ഭാഷ പഠിക്കുക, ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിലത്തെ ഭാഷ പഠിക്കുക. ഇതൊക്കെ ആ പ്രഭുപാദയോടുള്ള ആ ഒരു അവരുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്. പ്രഭുപാദ ജസ്റ്റ് എംപവേഴ്സ്. ഇപ്പൊ നാളെ നമ്മുടെ ഗുരു മഹാരാജിന്റെ വ്യാസപൂജയാണ്, ഓക്കെ, അദ്ദേഹത്തിനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യാം. ഒരു 19 വയസ്സില് 18-19 വയസ്സില് ബോംബെയില് വേണം ശ്രീനാഥ്ജിയുടെ വീട്ടിൽ വെച്ചിട്ട്, ശ്രീനാഥ്ജി പ്രഭുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ശ്രീനാഥ്ജി പ്രഭുവിനോട് പറഞ്ഞതാണ് അദ്ദേഹം അന്ന് ദുബായിലെന്ന് പറഞ്ഞത്. എല്ലാവർക്കും അറിയാം. അതായത് ദിസ് ജയപതാക ഈസ് ഗോയിങ് ടു preach in Bengali language, and he'll make more than 50,000 devotees, disciples. That is empowerment. And he's preaching in Bengali language. Even he was stunned. How can I? Guru Maharaj was stunned. How can I learn Bengali and speak and preach in Bengali language? He did that. He's doing that. And he has made more than 50,000 disciples. See the empowerment of the Acharya. ഇതാണ്. അപ്പോ നമ്മൾ വിചാരിക്കും ഇത് എന്റെ കഴിവാണ്. No. It is because he is empowering us. We are able to do it. He is empowering us. മഹാരാപ്രഭുന്റെ ഞാൻ ഇത് കേൾക്കായിരുന്നു ഗുരു മഹാരാജിനെ പറ്റിയിട്ടുള്ളത്. അതായത് ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും എപ്പോഴും ഗുരുവിന്റെ കൂടെ ഉണ്ടാവണം. വപു ആൻഡ് വാണി. വപു പറഞ്ഞ ഫിസിക്കൽ അസോസിയേഷൻ, വാണി പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ത്രൂ വെർബൽ ഇൻസ്ട്രക്ഷൻ, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ, ത്രൂ ഡിവോട്ടീസ്, ഇതൊക്കെ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഗുരുവിന്റെ ഏറ്റവും ബെസ്റ്റ്, അതായത് പ്രഭുപാദ 1922 ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് തന്റെ സ്പിരിച്വൽ മാസ്റ്ററായി ആദ്യം കണ്ടു. 1922 1933 ഇനീഷ്യേഷൻ മേടിച്ചത്. പിന്നെ കാണുന്നത് പിന്നെ വൃന്ദാവനിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയം, 10-12 സമയം കണ്ടിട്ടുള്ളൂ ദ ഹോൾ ലൈഫ് സ്പാനിൽ. പക്ഷെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ whenever you get money, print book and distribute, and you go to the Western country and preach from there. Preach to the Western people. ഇതന്നെയായിരുന്നു. ബട്ട് he could do that only at the age of 70. 1922 അദ്ദേഹത്തിന് അന്ന് 26 വയസ്സാണ്. 26 വയസ്സിൽ കിട്ടിയ ആ ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയത് 70ാമത്തെ വയസ്സിലാണ്. So he's telling Maharaj Prabhu, അതായത് Guru Maharaj is 24 hours Krishna conscious. Even when he's sleeping, he is having the clicker. Okay? അവിടെ സേവകന്മാരുണ്ട്, അവിടെ ഇരിക്കുമ്പോൾ his clicker will be working. That means he's chanting. ഓരോ മന്ത്രം കഴിയുമ്പോൾ he is clicking. It's there. 24 hours. പിന്നെ എത്ര പ്രാവശ്യം അത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. No, he is not going to survive. First attack വന്ന സമയത്ത് ഡോക്ടേഴ്സ് wrote it off. 2008 പറഞ്ഞു just only 1% chance is there for his survival. Only 1%. And even if that 1%, if he recovers, he'll be a vegetable. He'll be a vegetable. Let's see how much he keeps traveling. Even in this physical, condition, he is traveling. Why? He wants to fulfill the instructions of his spiritual master Prabhupada. So he's trying. Even അങ്ങനെ ഓരോ സമയത്തും ഗുരു മഹാരാജാവിന് അങ്ങനൊരു ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റേ എനിമോർ ഇൻ ദിസ് പ്ലാനറ്റ്. അങ്ങനത്തെ ഓരോ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത്, പിന്നെ ലിവർ പ്രോബ്ലം വന്ന സമയത്ത്, ട്രാൻസ്പ്ലാന്റേഷൻ, 4-5 അങ്ങനെ മേജർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഓരോ സമയത്തും ഇവര് ഗുരു മഹാരാജ് അറിയാതെ പല ആസ്ട്രോളജേഴ്സിനും കണ്ടിട്ടുണ്ട്.
അറിയാൻ പറ്റും. ജസ്റ്റ് ദേ ആർ ക്യൂരിയസ്. ഓരോ ആസ്ട്രോളജി പറയുന്നത് ദിസ് പേഴ്സൺ has already left his body എന്ന് പറഞ്ഞു. How is he living now? It's some miracle that is still living. അപ്പോൾ ഗുരു മഹാരാജ് പ്രാവശ്യം ഇതേപോലെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ സമയത്താണ് തോന്നുന്നു, അതായത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത്, സർജറി നടക്കുന്ന സമയത്ത് ഈസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണ്. സോ പ്രഭുപാദിയും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് സ്വന്തം കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ ഒരു സമയത്ത് കാണുന്നത് തൻ്റെ ഗോഡ് ബ്രദേഴ്സ് പിന്നെ ഗോൾഡൻ സിറ്റിയിലാണത്രേ. ആ ഗോൾഡൻ സിറ്റിയിലെ തൻ്റെ ഗോഡ് ബ്രദേഴ്സ് ഒക്കെ ഹു ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദെയർ ബോഡി ലോങ് ബാക്ക്, ദേ ആർ കോളിംഗ് ജയപതാക, പ്ലീസ് കം, പ്ലീസ് കം, ഡോണ്ട് സ്റ്റേ ദേർ, പ്ലീസ് കം. അപ്പോൾ ഗുരു മഹാരാജ് പറഞ്ഞു, I have got lot of instruction from Prabhupada. I could not complete that. I will come later. Let me stay back. അപ്പോൾ ഗുരു മഹാരാജ് പറയുന്നത്, അതായത് ആക്ച്വലി as per the horoscope, he left the body. He is no more in this material world. But he wanted to stay back. He requested Prabhupada, he requested Bhaktisiddhanta Saraswati Goswami Maharaj, please allow me to stay back because I have not completed or I have not fulfilled the instruction given by you. So please give me more time so that whatever possible I can complete, then come back to you. So ഇവരൊന്നും ഓർഡിനറി അല്ല. അതായത് ആസ്ട്രോളജി പറഞ്ഞ ദിസ് പേഴ്സൺ ഇസ് ആൾറെഡി ഗോൺ ഇൻ 2008. Gone back. പക്ഷേ he requested, please let me stay back. So that strong will to fulfill the instructions of the spiritual master made him to stay back for more. And he's trying his level best with the help of all devotees to fulfill the instruction. So many instructions. And he wrote down all the instructions just one by one. Out, Prabhupada gave him the instruction in the same sequence. He dictated to the secretaries and they wrote down all the instructions, what all instruction Prabhupada has given to him. And he's trying to follow that. He's trying to fulfill all the instruction maximum possible. He's trying well. Even in this physical health condition, he's traveling to fulfill the instruction, to help people like us. അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ട് ഈ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ച് നമ്മൾ ഒരു റൂമിൽ നിന്ന് ഒരു മറ്റു റൂമിലേക്ക് പോകാൻ മടിക്കും. It's so heavy for us to get up from that seat and with the help of so many people. ഒരുപാട് കഷ്ടപ്പാടാണ്. നമ്മളൊരു കിടക്കുന്ന ഒരു ആൾക്ക് അത് എഴുന്നേറ്റ് വേറെ സ്ഥലത്തേക്ക് സീറ്റിലേക്ക് പിടിച്ചിരുത്താ പറഞ്ഞാൽ, better let me sit here. Why should I take trouble so much? He is not only going from one route, he is traveling with all difficulties. And this is not for sightseeing. This is not for some enjoyment he is doing. Just to help people like us, to be a model. Whatever said and done, I have to fulfill the desires of my instructions of my spiritual master. This is his mood. So, നാളെ വ്യാസപൂജ ആയതുകൊണ്ട് I just spoke something whatever I heard about Guru Maharaj. Hare Krishna. So, Vancha Kalpata Rupesha Kripa Sindhu Devacha Patitanam Pavanebhyo Vaishnavebhyo Namo. Ananta Kodi Vaishnavati ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai, Go Premanande. Hare Krishna.